അമേരിക്കയുടെ യഥാർത്ഥ പവർ എന്താണ് എന്ന് അറിയാമോ? അത് അവരുടെ ഡോളറാണ്. ആ അഹങ്കാരവുമായിട്ടാണ് അവർ ഇറാന് നേരെ ആയുധമുയർത്തി പശ്ചിമേഷ്യയിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു മഹാരാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച നീക്കങ്ങളുടെ ഡോളറിന് ചരമഗീതം പാടി ഇറാൻ തീയിട്ട് നാളുകൾ എത്രയോ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ഡോളറൈസേഷൻ നടപ്പിലാക്കുന്നത് ഇറാനാണ് എന്ന യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ ആധിപത്യം എന്നോ വലിച്ചെറിയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. നമുക്ക് എന്താണ് വിഷയമെന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി കേവലം സൈനികം മാത്രമല്ല, അത് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്കയുടെ പക്കൽ വിമാനവാഹിനി കപ്പലുകളും അത്യാധുനിക മിസൈലുകളും ഉണ്ട് എങ്കിലും ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ അവർ ഉപയോഗിച്ച യഥാർത്ഥ ആയുധം എന്നത് ഡോളർ എന്ന അവരുടെ കറൻസി തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ഈ ഡോളർ ഡിപ്ലോമസിയിലൂടെ ലോകത്തെ ഏത് രാജ്യത്തെയും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു, അതും വളരെ എളുപ്പത്തിൽ. എന്നാൽ ഇറാൻ ആ ആധിപത്യത്തെ തകർക്കാൻ സ്വീകരിച്ച ഡോളറൈസേഷൻ തന്ത്രങ്ങൾ ഇന്ന് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇറാന് യുദ്ധത്തിൽ പല പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ട്, പക്ഷേ ഡോളറൈസേഷൻ അവർ തുടങ്ങിക്കഴിഞ്ഞു. ദശകങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാനെ തളർത്തുമെന്ന് അമേരിക്ക കരുതിയെങ്കിലും ആ ഉപരോധങ്ങളെ തന്നെ തങ്ങളുടെ കരുത്താക്കി മാറ്റുകയാണ് ഇറാൻ ഇത്ര വർഷവും ചെയ്തുകൊണ്ടിരുന്നത്. ഇറാൻ നടത്തിയ ഇത്തരം നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണ വ്യാപാരത്തിൽ നിന്ന് ഡോളറിനെ പുറത്താക്കി എന്ന കാര്യമാണ്. അതായത് പെട്രോ ഡോളർ എന്ന വ്യവസ്ഥിതിയിലൂടെയാണ് അമേരിക്ക ലോകത്തെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്തത്ര സുപ്രീമസി അമേരിക്കയ്ക്ക് കിട്ടുന്നതും ഇങ്ങനെയാണ്. ലോകത്ത് എവിടെയും എണ്ണ വാങ്ങണമെങ്കിൽ ഡോളർ വേണമെന്ന സാഹചര്യം നിലനിന്നിരുന്നിടത്ത് ഇറാൻ ചൈനീസ് യുവാനിലും ഇന്ത്യൻ റുബയിലും റഷ്യൻ റൂബിളിലും വ്യാപാരം നടത്താൻ തയ്യാറായതോടെ ഡോളറിന്റെ അനിവാര്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്ന ഇറാന്റെ നിർണായകമായ ഒരു നീക്കമായിരുന്നു. കാരണം ഡോളറിനുള്ള ആവശ്യം കുറയുമ്പോൾ അമേരിക്കയുടെ ആഗോള സ്വാധീനവും സ്വാഭാവികമായും ഇടിയുമല്ലോ. ചൈനയുമായി ഒപ്പിട്ട 25 വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാർ ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. ഈ കരാറിലൂടെ ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കി വൻതോതിൽ എണ്ണ വിൽക്കാൻ ഇറാന് സാധിക്കുന്നു. ഇത് അമേരിക്കൻ ഉപരോധങ്ങളെ വെറും പാഴാക്കി മാറ്റിക്കൊണ്ടുള്ള ഇറാന്റെ കുതിപ്പ് തന്നെയായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇറാനോട് ഇത്രയും പ്രശ്നം തോന്നിയത്. ഇറാൻ മറ്റൊരു പ്രധാന നീക്കം നടത്തിയത് ഡിജിറ്റൽ കറൻസികളുടെയും സ്വർണത്തിന്റെയും കാര്യത്തിലാണ്. അതുകൂടി പറയാം. അതായത് അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് ഇറാന്റെ ബാങ്കുകളെ അമേരിക്ക പുറത്താക്കിയപ്പോൾ ഇറാൻ സ്വന്തമായി ഒരു ബാങ്കിംഗ് വിനിമയ സംവിധാനം തന്നെ വികസിപ്പിച്ചെടുക്കുകയും റഷ്യയുടെ SPFS എന്ന സംവിധാനവുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു. അതായത് ഇതോടെ അമേരിക്കൻ ചാരക്കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇറാന് സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഇറാന് പറയാനുള്ളത്. കൂടാതെ സ്വർണത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യാപാരവും ഇറാൻ പ്രോത്സാഹിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് പകരം സ്വർണം സ്വീകരിക്കുന്നതിലൂടെ ആഗോള വിപണിയിലെ ഡോളർ അസ്ഥിരതയെ ഇറാൻ ഫലപ്രദമായി നേരിടുകയാണ് ഇവിടെ ചെയ്തത്. ബ്രിക്സ് പ്ലസ് കൂട്ടായ്മയിൽ ഇറാൻ അംഗമായത് ഈ പോരാട്ടത്തിന് പുതിയൊരു മാനം കൂടി നൽകുന്നുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായിട്ടുള്ള ചൈനയും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പിൽ അംഗമായതോടെ ഡോളറിന് പകരമായി ഒരു പുതിയ ആഗോള കറൻസി രൂപീകരിക്കാനുള്ള ശ്രമങ്ങളിൽ ഇറാൻ മുൻപന്തിയിൽ നിൽക്കാൻ തുടങ്ങി. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ലാറ്റിൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാന്റെ ഈ ധീരമായ നീക്കങ്ങളെ മാതൃകയാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു വാർത്തയാണ്. തങ്ങളുടെ സാമ്പത്തിക ആധിപത്യം തകർന്നാൽ സൈനിക ശക്തി കൊണ്ട് മാത്രം ലോകത്തെ ഭരിക്കാനാവില്ല എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡോളർ തകരുന്ന എല്ലാ നീക്കങ്ങളെയും അവർ എതിർക്കുന്നത്. ഇറാൻ ഇന്ന് വെറും ഒരു രാജ്യമല്ല, മറിച്ച് അമേരിക്കൻ സാമ്പത്തിക ഏകാധിപത്യത്തിനെതിരെ പോരാടുന്ന ഒരു ബദൽ ശക്തിയാണ്. അമേരിക്കയുടെ മസിൽ പവറിനെ തങ്ങളുടെ ബുദ്ധിപരമായ സാമ്പത്തിക നീക്കങ്ങൾ കൊണ്ട് ഇറാൻ നിഷ്പ്രഭമാക്കി മാറ്റിയിരിക്കുകയാണ്. അമേരിക്കൻ ഡോളർ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുമ്പോൾ ആ ആയുധത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ ഇറാന്റെ ഡോളറൈസേഷൻ നയങ്ങൾക്ക് അസാധ്യം സാധിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ലോകം ഒരു മൾട്ടി പോളാർ സാമ്പത്തിക ക്രമത്തിലേക്ക് മാറുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതായത് അമേരിക്ക എന്ന സാമ്പത്തിക ശക്തി ഇല്ലാതാവുകയാണ്. അതിന്റെ അമരത്ത് ഇറാന്റെ ഈ വിപ്ലവകരമായ നീക്കങ്ങൾ തന്നെ ഉണ്ടാകും. സൈനികമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പോലും ഇറാനെ അടിച്ചമർത്തുക എളുപ്പമല്ലെന്ന് അമേരിക്ക തിരിച്ചറിയുന്നത് അവരുടെ സാമ്പത്തിക ആയുധങ്ങൾ ഇറാന് മേൽ ഫലിക്കുന്നില്ല എന്നത് കാണുമ്പോൾ തന്നെയാണ്. ഇറാന്റെ സാമ്പത്തിക പ്രതിരോധം കേവലം ഡോളറിനെ ഉപേക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച്
ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ അമേരിക്കൻ മേധാവിത്വത്തെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബഹുമുഖ തന്ത്രങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക മസിൽ പവർ ഉപയോഗിച്ച് ഇറാന്റെ സെൻട്രൽ ബാങ്കിനെയും എണ്ണ വ്യാപാരത്തെയും സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് പാരലൽ എക്കണോമി അഥവാ സമാന്തര സാമ്പത്തിക വ്യവസ്ഥയുടെ കരുത്താണ്. മറ്റു പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത സമയത്താണ് ഇത്തരം ഒരു നീക്കം ഇറാൻ നടത്തിയിരിക്കുന്നത്. ഉപരോധങ്ങൾ എത്ര കടുത്തതായാലും ഒരു രാജ്യത്തെ എങ്ങനെ നിലനിൽക്കാം എന്നതിന്റെ പാഠപുസ്തകമായി ഇറാൻ മാറുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ രൂപീകരിച്ച റെസിസ്റ്റൻസ് എക്കണോമി എന്ന നയമാണ്. അതെന്താണ് എന്നായിരിക്കും അല്ലെ ചിന്തിക്കുന്നത്. വിദേശ ഇറക്കുമതികളെ പരമാവധി കുറച്ച് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഡോളറിന് പകരമായി ബാർട്ടർ സിസ്റ്റം അഥവാ ചരക്ക് കൈമാറ്റ രീതി വീണ്ടും കൊണ്ടുവരികയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് ഇറാൻ നടപ്പിലാക്കിയത്. ഉദാഹരണത്തിന് എണ്ണ നൽകി പകരം അരിയോ ഗോതമ്പോ മരുന്നുകളോ വാങ്ങുന്ന രീതി ഇറാൻ ഫലപ്രദമാക്കി തന്നെ നടപ്പിലാക്കി. പല രാജ്യങ്ങൾക്കും എണ്ണ ആവശ്യമാണ്, അതുകൊണ്ട് അവരെല്ലാം ഇത് വാങ്ങാൻ തുടങ്ങി. ഇത് അമേരിക്കയുടെ ബാങ്കിംഗ് ഉപരോധങ്ങളെ വെറും കടലാസ് മാത്രമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. എന്തായാലും ഇറാൻ നടത്തിയ മറ്റൊരു വിപ്ലവകരമായ നീക്കം യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. റഷ്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ വിപണിയിൽ ഡോളർ പൂർണ്ണമായും നിഷിദ്ധമാണ്. ഇവിടെ ഇറാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതും അവിടുത്തെ വിഭവങ്ങൾ വാങ്ങുന്നതും പ്രാദേശിക കറൻസികളുമാണ്. ഇതിലൂടെ ഡോളറിന്റെ ആവശ്യം ആ പ്രദേശങ്ങളിൽ ഇല്ലാതാകുകയാണ്. ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന ആഘാതം ചെറുതായിരുന്നില്ല. കാരണം ലോക വ്യാപാരത്തിന്റെ സിംഹഭാഗവും ഡോളറിൽ നടക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് തങ്ങളുടെ കറൻസി യഥേഷ്ടം അടിക്കാനും ലോകത്തെ നിയന്ത്രിക്കാനും ഇവിടെ സാധിക്കുന്നത്. ഇറാനെ പോലെ ഒരു രാജ്യം ഡോളറിനെ വെല്ലുവിളിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ഡോളറിന്റെ മൂല്യം ഇടിയാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകമായി. ഇറാൻ നിർമ്മിച്ചെടുത്ത ഈ സാമ്പത്തിക സുരക്ഷാ കവചം തകർക്കാൻ അമേരിക്കയ്ക്ക് സൈനികമായി പോലും സാധ്യമല്ല എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത. മാത്രവുമല്ല, ഇറാൻ തങ്ങളുടെ വിദേശ കരുതൽ ശേഖരത്തിൽ നിന്ന് ഡോളറിനെ ഏകദേശം പൂർണ്ണമായി ഒഴിവാക്കി പകരം യൂറോ, യുവാൻ, സ്വർണം എന്നിവയിലേക്ക് മാറ്റുകയാണ്. ഇത് അമേരിക്കൻ ട്രഷറിക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. ആഗോളതലത്തിൽ എണ്ണവില നിശ്ചയിക്കുന്നത് ഡോളറിലാണെന്ന പതിവ് രീതി തെറ്റിച്ചുകൊണ്ട് ഇറാൻ സ്വന്തം എണ്ണ വിപണി സ്ഥാപിക്കുകയും അവിടെ ഇതര കറൻസികളിൽ വ്യാപാരം നടത്തുകയും ചെയ്തു. ഇത് സൗദി അറേബ്യ പോലുള്ള മറ്റ് എണ്ണ ഉൽപാദക രാജ്യങ്ങളെയും ഡി ഡോളറൈസേഷനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നത് ഇറാന്റെ തന്ത്രപരമായ വിജയം തന്നെയാണ്. അമേരിക്കൻ പവർ എന്നത് വെറും ഒരു സാമ്പത്തിക കുമിളയാണ് എന്നും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അതിനെ തകർക്കാൻ കഴിയുമെന്നും ഇറാൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ഇറാന്റെ ഈ ധീരമായ നിലപാടുകൾ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സത്യം. എന്തായാലും ഇറാന്റെ ഡി ഡോളറൈസേഷൻ നീക്കങ്ങൾ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് GCC രാജ്യങ്ങളിൽ വലിയ സ്വാധീനം എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതായത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന സൗദി അറേബ്യയും അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും വരെ ഇപ്പോൾ ഇറാന്റെ പാത പിന്തുടർന്ന് ഡോളറിന് പുറത്തുള്ള വ്യാപാരത്തെ കുറിച്ച് ഗൗരവകരമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഏൽക്കുന്ന ആഘാതം, അതായത് ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ കൂടുതലാണ്. ഇത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പെട്രോ ഡോളർ യുഗത്തിന്റെ അന്ത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ചൈനയ്ക്ക് വിൽക്കുമ്പോൾ ഡോളറിന് പകരം ചൈനീസ് യുവാൻ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നത് ഇറാന്റെ വിജയകരമായ മാതൃക കണ്ടതുകൊണ്ട് മാത്രമാണ്. ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യം ഡോളറില്ലാതെ അതിജീവിച്ചു എന്ന് കണ്ടപ്പോൾ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഡോളറിനെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് എന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളും തിരിച്ചറിയുകയും അതിനനുസരിച്ച് ചിന്തിക്കാൻ അവർ തുടങ്ങുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് പല നീക്കങ്ങളും ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ വ്യാപാര പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കുകയാണല്ലോ. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് UAE സ്വന്തം കറൻസി ആയിട്ടുള്ള ദർഹവും അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയും ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. അതായത് വലിയൊരു മാറ്റം അവിടെ സംഭവിക്കുകയാണ്. ഇറാൻ വെട്ടിത്തെളിച്ച ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത് അമേരിക്കൻ ഡോളറിന് ഒരു രാഷ്ട്രീയ ആയുധമായി അമേരിക്ക ഉപയോഗിക്കുന്നു എന്ന ഭയം കൊണ്ട് തന്നെയാണ്. എന്തായാലും നാളെ തങ്ങൾക്കെതിരെ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം അമേരിക്ക നടത്തിയാൽ, അമേരിക്കയുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ വയ്യല്ലോ, എപ്പോൾ വേണമെങ്കിലും ഏത് രാജ്യത്തിനെതിരെ വേണമെങ്കിലും അവർ ആയുധമെടുക്കാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കാൻ ഇതര കറൻസികളിലുള്ള വ്യാപാരം അത്യാവശ്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള രാഷ്ട്രീയ സ്വാധീനം വലിയ തോതിൽ കുറയാനുള്ള കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാൻ വെട്ടിത്തെളിച്ച വഴികളിലൂടെ മറ്റ് രാജ്യങ്ങൾ കൂടി സഞ്ചരിക്കട്ടെ. ഡി ഡോളറൈസേഷൻ നടക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പവർ എന്തായാലും കുറയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഡോളറിന്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇങ്ങനെ സൂപ്പർ പവർ ആയിട്ട് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കാനും മറ്റ് രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കാനും മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ അവരെ വധിക്കാനുമുള്ള അധികാരം അമേരിക്കയ്ക്ക് ആര് നൽകി എന്ന ചോദ്യത്തിന്
ഡോളർ എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ആ ഉത്തരമാണ് ഇറാന്റെ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ ഇറാൻ മുമ്പോട്ട് വെച്ച ആശയങ്ങളിലൂടെ മറ്റു രാജ്യങ്ങളും ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇറാൻ വളരെ വിജയകരമായി നടപ്പിലാക്കിയത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.